ഏത് ചൈന? ചൈനയൊക്കെ തീർന്നു. അവൻ്റെയൊക്കെ ഒരു സ്ട്രിങ് ഓഫ് പേൾസ് 8 മടക്കി കൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മോദി അണ്ണൻ. എന്താണെന്നല്ലേ പറഞ്ഞു തരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദേശ യാത്രകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൽ ഇന്തോനേഷ്യൻ സന്ദർശനം വെറും ഒരു ഔദ്യോഗിക സന്ദർശനം മാത്രമായിരുന്നില്ല. ആ യാത്രയ്ക്ക് പിന്നിൽ ചൈനയെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ വമ്പൻ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞുതരാം. ആദ്യം ഈ സ്ട്രിങ് ഓഫ് പേൾസ് എന്താണെന്ന് അറിയണം. ഇന്ത്യയെ കടലിൽ വെച്ച് നാവികമായി വളയാൻ വേണ്ടി പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമർ തുടങ്ങിയ അയൽരാജ്യങ്ങളിൽ ചൈന കെട്ടിപ്പൊക്കിയ മിലിറ്ററി തുറമുഖ ശൃംഖലയാണിത്. ഇന്ത്യയെ മുത്തുമാല പോലെ ചുറ്റിവരിഞ്ഞ് ശ്വാസം മുട്ടിക്കുക എന്നതായിരുന്നു ചൈനയുടെ പ്ലാൻ. എന്നാൽ ഇതിനെയാണ് മോദി ഒറ്റയടിക്ക് പൊളിച്ചടക്കിയത്. ചൈനയിലേക്ക് പോകുന്ന 80% എണ്ണക്കപ്പലുകളും കടന്നു പോകുന്നത് ഇന്ത്യക്കും ഇന്തോനേഷ്യക്കും ഇടയിലുള്ള സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക എന്ന ഇടുങ്ങിയ ഈ കടലിടുക്ക് വഴിയാണ്. ഇതാണ് ചൈനയുടെ ഏറ്റവും വലിയ ബലഹീനത. ഈ മലാക്ക കടലിടുക്കിന്റെ കൃത്യം പ്രവേശന കവാടത്തിലാണ് സബാങ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പോർട്ട് പ്രൊജക്റ്റിൽ നിന്നും വെറും 100 മൈൽ മാത്രം ദൂരം. ഈ തന്ത്രപ്രധാനമായ സബാങ് പോർട്ട് സംയുക്തമായി വികസിപ്പിക്കാനുള്ള കരാറിലാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതോടെ ഇവിടം ഇന്ത്യൻ നേവിയുടെ കൺട്രോളിലാകും. നമ്മുടെ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കും ഇവിടേക്ക് കടന്നു വരാം, നിരീക്ഷണം നടത്താം. അതായത് ചൈനയുടെ കപ്പലുകൾ ഇനി ഇന്ത്യൻ നേവിയുടെ മൂക്കിന് താഴെക്കൂടി മാത്രമേ കടന്നു പോകാൻ കഴിയൂ. ഇതുകൂടാതെ ചൈനയുടെ ദോസ്തായ പാകിസ്ഥാന്റെ നെഞ്ചു പിളർത്തിയ നമ്മുടെ സ്വന്തം ഐറ്റം ബ്രഹ്മോസ്, കൂടാതെ അസ്ത്ര മിസൈലുകളും ഇന്തോനേഷ്യക്ക് നൽകാനുള്ള കരാറായിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളെ വളയാൻ നോക്കിയ ചൈനയുടെ നെഞ്ചിൽ നമ്മളടിക്കുന്ന 1.5 ആണിയായിരിക്കും ഈ സബാങ് പോർട്ട് കരാർ.